16 ദിവസം നീണ്ട വോട്ട് അധികാർ യാത്ര വലിയ വിജയമാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. യാത്രയുടെ അവസാനം രാഹുൽ ഗാന്ധി നടത്തിയ ഹൈഡ്രജൻ ബോംബ് പരാമർശം എന്താകും എന്ന ആകാംക്ഷയിലാണ് പലരും. അതേസമയം രാഹുലിന്റെ ബോംബ് പരാമർശത്തെ കളിയാക്കി യാത്രക്കിടെയുണ്ടായ മോദി അധിക്ഷേപം ഉയർത്തി മുന്നേറ്റത്തിന്റെ മേനി കുറക്കാനുള്ള പരിശ്രമത്തിലാണ് NDA. അതുകൊണ്ട് തന്നെയാകണം വോട്ടർ പട്ടിക ക്രമക്കേട് കണ്ടെത്തുന്നതിൽ മുൻനിരയിലുണ്ടായ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരെ ഇരട്ട വോട്ടർ ID ആരോപണം ഉൾപ്പെടെ കൊണ്ടുവന്നത്. വോട്ട് അധികാർ യാത്രയ്ക്ക് ശേഷം ഇനി എന്തെന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയാണ് രാഹുൽ ഗാന്ധി അതിന് സമാപനം കുറിച്ചത്. പുതിയ ശക്തമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. പക്ഷേ അത് വോട്ടർ പട്ടികയെക്കുറിച്ച് മാത്രമാണോ അതോ മറ്റേതെങ്കിലും വിഷയമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിലെ കൂടുതൽ സ്ഥലങ്ങളിലെ കണക്കുകളാകാമെന്ന നിഗമനം ശക്തമാണ്. മഹാരാഷ്ട്രയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള രാഹുൽ ഗാന്ധിയുടെ സംശയത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പൻവേൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തുവരുന്നത്. 85,211 പേരുകൾ പൻവേലിലും മറ്റു മണ്ഡലങ്ങളിലുമായി ഒന്നിലേറെ തവണ ആവർത്തിക്കപ്പെട്ടതായാണ് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ചാകും വെളിപ്പെടുത്തലെന്നും നിഗമനമുണ്ട്. രാഹുൽ സൂചിപ്പിച്ച ഹൈഡ്രജൻ ബോംബ് എന്താകുമെന്നതിലെ ആകാംക്ഷ പ്രതിപക്ഷ മുന്നണിക്ക് മാത്രമല്ല BJP നയിക്കുന്ന NDAയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ആശയക്കുഴപ്പമാണെന്ന തരത്തിൽ BJP പ്രചാരണം നടത്തുന്നത്. 7 लाख लोग का नाम 2 जगह वोटर लिस्ट में पाया गया, क्या उनको रखना चाहिए? क्या 35 लाख लोग अपनी जगह पर नहीं रखते पाए गए? मैं लोकसभा का मेंबर हूँ, लेकिन मैं दिल्ली का वोटर नहीं हूँ. तुम भी पटने का वोटर हो ना, एक छपरा का वोटर है, क्योंकि आपको एक ही जगह वोटर रहना पड़ेगा. अब राहुल गांधी तो समय के अनुसार कभी वायनाड चले जाते हैं, कभी रायबरेली, कभी अमेठी. छोड़ दीजिए उनकी बात. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് സംബന്ധിച്ച് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് കോൺഗ്രസിന്റെ വക്താവ് പവൻ ഖേരയായിരുന്നു. മഹാദേവപുരയിലെയും മഹാരാഷ്ട്രയിലെയും കോൺഗ്രസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവരശേഖരണം നയിച്ചത് പവൻ ഖേരയായിരുന്നു. ഇതുകൊണ്ടാകണം പവൻ ഖേരയ്ക്ക് നേരെയായിരുന്നു BJPയുടെ ആരോപണം. പവൻ ഖേരയ്ക്ക് 2 വോട്ടർ ID കാർഡ് ഉണ്ടെന്നാണ് BJP ഉന്നയിച്ചത്. എന്നാൽ ഇതിൽ ഒന്ന് റദ്ദാക്കിയതാണെന്ന് കോൺഗ്രസും മറുപടി നൽകി. BJPയുടെ പുതിയ ആരോപണം ആത്മഹത്യാപരമാണെന്ന് പറയേണ്ടി വരും. വയനാട്ടിലും റായ്ബറേലിയിലുമടക്കം വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുണ്ടെന്ന് കാട്ടി അനുരാഗ് ഠാക്കൂർ നടത്തിയ വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ ആരോപണം ശരിവയ്ക്കുകയാണെന്ന വ്യാഖ്യാനം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആരോപണങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളിൽ നിന്ന് BJP ഏറെ നാൾ അകന്നു നിൽക്കുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും ഇത്തരമൊരു ആരോപണം BJP ഉന്നയിക്കുന്നത് കോൺഗ്രസ് ഉന്നയിച്ച പ്രശ്നങ്ങളും ക്രമക്കേടുകളും ശരിവയ്ക്കുന്ന തരത്തിൽ കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിക്ക് നേരെയുണ്ടായ അധിക്ഷേപം അടക്കം മുൻനിർത്തി വോട്ടധികാർ യാത്രയെ നേരിടാനാകും BJP ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.